ഒരു കാലത്ത് ആധുനിക നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഇന്റർനെറ്റ് ഇന്നൊരു അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുന്നു. ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി ചിന്തിക്കാൻ പോലും ആകാത്ത അവസ്ഥ. എങ്കിലും ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണ തോതിൽ ലഭ്യമാണോ? ഇല്ലെന്നതാണ് വസ്തുത. ഹിമാലയം ഉൾപ്പെടെയുള്ള പർവ്വത പ്രദേശങ്ങളിലും മരുഭൂമിയിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഇപ്പോഴും ഇന്റർനെറ്റ് ലഭിക്കുന്നതിന് പരിമിതികളുണ്ട്. ഈ പരിമിതികൾ ഇല്ലാതാക്കിക്കൊണ്ട് ആകാശത്തിലൂടെ ഡേറ്റ എത്തിക്കാൻ എത്തിയിരിക്കുകയാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക്. എന്താണ് ഈ സ്റ്റാർലിങ്ക്? എന്നു മുതൽ ഇത് ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങും? എത്ര രൂപയായിരിക്കും ഇതിന്റെ ചെലവ്? ജിയോയും എയർടെല്ലും ഐഡിയയും ഒക്കെ നൽകുന്ന നിലവിലെ സേവനങ്ങളിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് സ്റ്റാർലിങ്കിനുള്ളത്? നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം എന്താണ് സ്റ്റാർലിങ്ക് എന്ന് നോക്കാം. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്ഥാപിച്ച സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക്. ഭൂമിയിൽ നിന്നും ഏകദേശം 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റ് എന്ന് നാം പൊതുവെ വിളിക്കുന്ന ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചിട്ടുള്ള ചെറിയ ചെറിയ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാകുന്നത്. 2025 ജൂലൈ 8 വിക്ഷേപിച്ച 28 സാറ്റലൈറ്റുകൾ ഉൾപ്പെടെ 7000-ഓളം സാറ്റലൈറ്റുകൾ സ്റ്റാർലിങ്കിന്റേതായി ഇപ്പോൾ ഭ്രമണപഥത്തിലുണ്ട്. ലോകം മുഴുവൻ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ 40,000 സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുമെന്നാണ് സ്റ്റാർലിങ്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇനി ഇത് ഇന്ത്യയിൽ എന്ന് മുതൽ ആരംഭിക്കും എന്ന് നോക്കാം. 2021 മുതൽ സ്റ്റാർലിങ്ക് ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചതാണ്. എന്നാൽ സർക്കാർ അനുമതിയില്ലാതെ പ്രീ ബുക്കിംഗായി വാങ്ങിയ പൈസ പിന്നീട് തിരിച്ചു നൽകേണ്ടി വന്നു. പിന്നീട് 2024 വീണ്ടും അപേക്ഷ നൽകി. അതിനെ തുടർന്ന് പടിപടിയായി ഓരോ ലക്ഷ്യവും കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഘട്ടങ്ങളിലൊന്നായ ഇൻസ്പേസ് എന്ന ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന്റെ അനുമതി ലഭിച്ചു. 5 വർഷത്തേക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് 2030 ജൂലൈ 7 വരെ. അതിനാൽ പ്രവർത്തനം അധികം താമസിയാതെ തന്നെ തുടങ്ങും എന്ന് ഉറപ്പായി. ഇതിനായി ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കണം. കൂടാതെ സർക്കാർ സ്പെക്ട്രം കൂടി അനുവദിച്ചാൽ സേവനം ജനങ്ങളിലേക്ക് എത്തും. ഇതിനു മുമ്പ് ഈ രീതിയിൽ ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ അനുമതി ലഭിച്ച 2 കമ്പനികൾ കൂടിയുണ്ട്. അതാണ് എയർടെലിന്റെ യൂടെൽസാറ്റ് വൺവെബും റിലയൻസ് ജിയോയും. എന്നാൽ ഇത് രണ്ടും പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല. 100ഓളം രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് ഇപ്പോൾ സേവനം നൽകുന്നുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാനും ബംഗ്ലാദേശും ഇതിൽപ്പെടും. കഴിഞ്ഞ ദിവസം ഖത്തറിലും ആരംഭിച്ചിരുന്നു. ഇനി ഇതിന്റെ ചെലവ് എത്രയാണെന്ന് നോക്കാം. സ്റ്റാർലിങ്ക് നിലവിൽ പ്ലാനുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ അയൽ രാജ്യങ്ങളിൽ നൽകുന്ന സേവനത്തിനുള്ള നിരക്ക് പരിഗണിക്കാവുന്നതാണ്. ഡിഷും കേബിളും റൂട്ടറും അടങ്ങിയ സ്റ്റാർലിങ്ക് കിറ്റിന് ഭൂട്ടാനിൽ ഏകദേശം 33,000 ഇന്ത്യൻ രൂപയാണ് വില. കൂടാതെ റെസിഡന്റ് ലൈറ്റ് എന്ന രീതിയിൽ സാധാരണക്കാർക്കുള്ള പ്ലാനിന് മാസം 3,000 രൂപയും റെസിഡന്റ് സ്റ്റാൻഡേർഡിന് മാസം 4,200 രൂപയും ചെലവ് വരും. ബിസിനസ് ഉപയോഗത്തിന് ഇതിനേക്കാൾ ഉയർന്ന പ്രത്യേക പാക്കേജുകളാണ്. പക്ഷേ ഈ റേറ്റിൽ ഇന്ത്യയിൽ എത്ര പേർ സ്റ്റാർലിങ്ക് എടുക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യൻ ഇന്റർനെറ്റ് മാർക്കറ്റ് പിടിക്കാൻ റിലയൻസ് ജിയോ നടത്തിയതുപോലുള്ള പല പരീക്ഷണങ്ങളും നടത്തേണ്ടി വരും. എയർടെല്ലും ഐഡിയയും വൊഡാഫോണും അടക്കിവാണ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ 2016 സൗജന്യ 4G സംവിധാനം ലഭ്യമാക്കിയായിരുന്നു റിലയൻസ് ജിയോയുടെ കടന്നുവരവ്. ആ ശ്രമം വിജയിക്കുക തന്നെ ചെയ്തു. ഇപ്പോൾ 48 കോടി വരിക്കാരാണ് ജിയോയ്ക്കുള്ളത്. 2ാം സ്ഥാനത്തുള്ള എയർടെലിന് 28 കോടി മാത്രം. 2025 ജൂണിലെ കണക്ക് പ്രകാരം 60 ലക്ഷം വരിക്കാരാണ് സ്റ്റാർലിങ്കിന് ലോകത്താകമാനമുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ വിപണി പിടിക്കാൻ കഴിഞ്ഞാൽ അത് ഇലോൺ മസ്കിന് വൻ നേട്ടമായി മാറും. അതിനായി ചെലവ് കുറഞ്ഞ പ്രത്യേക പാക്കേജുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് കൂടുതലായാലും ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാത്ത പ്രദേശങ്ങളിൽ നിന്ന് സ്റ്റാർലിങ്കിന് വരിക്കാരെ കിട്ടിയേക്കാം. കൂടാതെ കപ്പൽ വിമാനയാത്രികർക്കും ഇത് തന്നെയാകും ഏക ആശ്രയം. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യം മുടക്കി നിന്ന എയർടെല്ലും ജിയോയും സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലെ വിതരണക്കാരായി കരാറിൽ ഒപ്പുവെച്ചത്. ഇനി സ്പീഡിന്റെ കാര്യം നോക്കാം. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് ഡേറ്റ 50 മുതൽ 250 Mbps വരെ സ്പീഡിൽ ലഭിക്കുമെന്നാണ് കണക്കുകൾ. ഏകദേശം ഇത് തന്നെയായിരിക്കും ഇന്ത്യയിലും. വരിക്കാരുടെ എണ്ണം കൂടുമ്പോൾ സ്പീഡ് ക്രമാതീതമായി കുറയുന്ന ജിയോ എയർടെൽ സർവീസുകളുടെ പ്രശ്നം ഇവിടെയും സംഭവിച്ചേക്കാം. എങ്കിലും നിലവിൽ ലഭിക്കുന്ന 5G സ്പീഡ് സ്റ്റാർലിങ്കിന് ലഭിക്കും.
ഏത് പ്രതികൂല സാഹചര്യത്തിലും സേവനം ലഭിക്കും എന്നതാണ് സ്റ്റാർലിങ്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അത് ലോകം കണ്ടതാണ്. റഷ്യൻ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഉക്രൈന്റെ വാർത്താവിനിമയ സംവിധാനം തിരിച്ചു കൊണ്ടുവന്നത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ആണ്. ഏത് പ്രകൃതി ദുരന്തത്തിനും ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റിന് മുടക്കമുണ്ടാകില്ല. സ്റ്റാർലിങ്കിന് സമാനമായി ആമസോൺ പ്രോജക്ട് കൈപ്പർ എന്ന പേരിൽ ഉപഗ്രഹ വിക്ഷേപണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടി സജീവമാകുന്നതോടെ ഉപഗ്രഹ ഇന്റർനെറ്റ് മത്സരം കൂടുതൽ കടുക്കും. സ്റ്റാർലിങ്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.